ഒരിക്കൽ ഗ്രീക്കിലുള്ള ഒരു വലിയ പണ്ഡിതൻ, there was a scholar, a Greek scholar. നട്ടുച്ചയ്ക്ക് ഒരു വിളക്ക് പിടിച്ചുകൊണ്ട് ആ റോഡിലൂടെ നടക്കുകയാണ്. He is walking with a lamp in the midst of the midday sun. ആളുകൾ ചോദിച്ചു, എന്തിനാണ് ഈ നട്ടുച്ചയ്ക്ക് വിളക്ക് പിടിച്ച് So നടക്കുന്നത്? people who saw him said, why are you carrying a lamp in the midday afternoon? അദ്ദേഹം പറഞ്ഞു, എനിക്ക് പെർഫെക്റ്റ് ആയ ഒരു മനുഷ്യനെ കാണാൻ He വേണ്ടിയാണ്. said, I am looking for a perfect man. അദ്ദേഹത്തിന് പെർഫെക്റ്റ് ആയ ഒരാളെ പോലും കാണാൻ പറ്റിയില്ല. He was unable to find one perfect man. എന്നാൽ ഇന്ന് പകലിൽ ഞാൻ ഇവിടെ ആ പെർഫെക്റ്റ് ആയ ആളിനെ ഉയർത്തുകയാണ്. And I am presenting to you and praising the name of that person. ഇങ്ങനെയുള്ള പുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. This is the priesthood that we want. പവിത്രൻ, പരിശുദ്ധൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗ്ഗത്തേക്കാൾ ഉന്നതനായവൻ, അവൻ മാത്രമേ ഉള്ളൂ പെർഫെക്റ്റ്. He is the perfect and complete and holy priest for us. അവൻ മാത്രമാ പെർഫെക്റ്റ്. He is the only one who is perfect. അതുകൊണ്ട് നമുക്ക് എന്നാ പ്രയോജനം എന്ന് ചോദിച്ചാൽ, So how do we benefit from this അവൻ priesthood? നമ്മെ പെർഫെക്റ്റ് ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്. And he will begin to purify us, make us perfect. ഇന്ന് നീ വന്നപ്പോൾ ഒത്തിരി ന്യൂനതകൾ നിനക്കുണ്ട്. You might have seen a lot of weaknesses in your life. നല്ല ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, You are wearing a good clothing, നല്ല കോസ്റ്റ്യൂമാണ്, a nice costume. പക്ഷെ പുറത്താരോടും പറയാൻ പറ്റാത്ത ഒത്തിരി ന്യൂനതകൾ നിനക്കുണ്ട്. But there are very many weaknesses in our lives. ഭാരപ്പെടണ്ട, But don't be discouraged. ഓടിപ്പോകണ്ട, Don't be run away. ചേർന്ന് നിന്നോ. Stand together. അവന്റെ സ്വഭാവം നിന്നിലേക്ക് When you വന്നുകൊണ്ടിരിക്കുന്നു. stand close to Jesus, his nature will come into you. ഓരോ ദിവസം കഴിയും തോറും And one day after നീ day, പെർഫെക്റ്റ് you ആയിക്കൊണ്ടേയിരിക്കും. will become more and more perfect. എന്നിട്ട് ഒടുവിൽ അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. And in the end, he says, അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. he has promised. എന്താ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്? What has he promised? വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ഞാൻ നിങ്ങളെ ആനന്ദത്തോടെ നിർത്തും. He said, I will present you blameless and holy, full of joy before the Father. ബ്രദറെ, ഞാൻ ഇന്നലെ ആ തെറ്റ് ചെയ്തു, ഇന്നലെ ആ തെറ്റിലേക്ക് പോയി, എനിക്ക് പെർഫെക്റ്റിലേക്ക് വരാൻ പറ്റുന്നില്ല. You say, brother, I have been repeatedly falling in sin. പക്ഷെ ഭയപ്പെടണ്ട, But do not be afraid. നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. There is a good news for you. നീ ആരാധിക്കുന്നവൻ, The one you worship, നീ പെർഫെക്റ്റ് ആയതുകൊണ്ട് നിന്നെ സ്നേഹിച്ചതല്ല, he didn't love you because you are perfect. നിന്നെ പെർഫെക്റ്റ് ആക്കാമെന്ന് പറഞ്ഞ് സ്നേഹിച്ചവനാ. He loved you because he wants to make you perfect. ഒരിക്കലും അവനിൽ നിന്ന് ഓടിപ്പോകരുത്. Do not run away from him. അവന്റെ അടുക്കിലേക്ക് ഓടി വരിക. But come close to him. നിനക്ക് ഇനിയും സാധ്യതയുണ്ട്. And there are possibilities for നിനക്ക് you. ഇനിയും സാധ്യതയുണ്ട്. There are opportunities for you. സൂര്യൻ വെട്ടിത്തിളങ്ങി നിൽക്കുന്നത് പോലെ And just like the sun shines in his brightness, നീ വെട്ടിത്തിളങ്ങാൻ പോകുകയാ. you will also shine in all your glory. എവിടെ തകർന്നോ Any place you are broken, അവിടെ തന്നെ ദൈവം നിന്നെ ഉയർത്തും. the Lord will build you up in the same place. അതിനുവേണ്ടി അവൻ ഇരുമ്പോടാമ്പലുകളെ തകർക്കും, താമര വാതിലുകളെ ഖണ്ഡിച്ചു കളയും. നിന്റെ മുമ്പിൽ അവൻ ദൂതനെ അയക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അബാ പിതാവേ, അബാ പിതാവേ.